ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് പൂരി മസാലയ്ക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, ഉഴുന്നുപരിപ്പ് ഇട്ടു, പിന്നെ ഇത്തിരി പച്ചമുളക് ഇട്ടു, ക്യാരറ്റ് ഒരു കഷ്ണം ഇട്ടു, കറിവേപ്പില, പിന്നെ കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച്. ഇതെല്ലാം കൂടിയിട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു വിധമായി കഴിയുമ്പോൾ ബ്രൗൺ ആവണ്ട, ഒന്ന് നന്നായിട്ട് വഴന്ന് തുടങ്ങി ഒന്നും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഞാനിത് രണ്ട് ഉരുളക്കിഴങ്ങുണ്ട്, അത് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് കുക്കറിലല്ല വേവിച്ചിട്ട്, സാധാരണ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് പാത്രത്തിൽ വേവിക്കാം. നമുക്ക് പെട്ടെന്ന് വേവുമല്ലോ, അധികം വേവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ സ്കിൻ കളഞ്ഞിട്ട് നമ്മൾ ഉടച്ചെടുക്കുക. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പൂരി ഇതാ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മസാല ഇട്ടു, ഉരുളക്കിഴങ്ങ് ഇട്ടു കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ജാതിപത്രി ഉണക്കാം കേട്ടോ കേട്ടോ. അപ്പോൾ അതാ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഒരു നുള്ളി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ സാധാരണ ആദ്യം ഇടാറുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, പക്ഷേ ഇതിൽ ഞാൻ ഇത്തിരി സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. ഇട്ട് കഴിഞ്ഞതായി ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് പൂരി മസാല, ഇങ്ങനെയാണ് ഉണ്ടാക്കണേ. അതിൽ വെളുത്തുള്ളി ചേർക്കരുത് കേട്ടോ. വെളുത്തുള്ളി ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോകും. വെളുത്തുള്ളി ചേർക്കാൻ പാടില്ല. ഹോട്ടലിലൊന്നും വെളുത്തുള്ളി ചേർക്കില്ല, പക്ഷേ ഇവിടെ LF ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലുണ്ട് അങ്കമാലിയിൽ. അവിടെ ചേട്ടന് കണ്ണിൻ്റെ കാറ്ററാക്റ്റിൻ്റെ ഓപ്പറേഷന് പോയപ്പോൾ അവിടുന്ന് ഞങ്ങൾ പൂരി മസാല കഴിച്ചിട്ട് അതിൽ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാനത് അവിടെ തന്നെ അങ്ങനെ തന്നെ ഇട്ടിട്ട് പോന്നു. ഛർദ്ദിക്കാൻ വരികയായിരുന്നു എനിക്ക്. നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർക്കേണ്ടതിൽ ചേർക്കണം, അപ്പോൾ രസം ഉണ്ടാവും. ഒന്നാമത് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. അവിടെ ആൾക്കാരൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, പക്ഷെ എനിക്കിഷ്ടമില്ല. അപ്പം അങ്ങനെ നേരത്തെ പറയില്ലേ. ഇതപ്പോൾ ഞാനെന്താ ചായ ഒഴിക്കുക കേട്ടോ. ചായ നമുക്ക് ആദ്യം ഒഴിക്കാം. മര്യാദയ്ക്ക് ചെയ്യില്ലെന്നുകൊണ്ടാണ് ഞാൻ തന്നെ നോക്കണേ. ഇതാ ചപ്പാത്തി ഉണ്ട്, പൂരിയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. തകഞ്ഞ് കിട്ടി കൊണ്ടുപോകാം. അതുകൊണ്ട് എങ്ങനെ ഉടമ്പാനാ വെള്ളം ഒഴിക്കണത്തിരി. അപ്പം നമ്മളത് എടുക്കില്ല. അപ്പം ഇതാ നമ്മളുടെ ചപ്പാത്തിയായി പൂരിയായി കേട്ടോ. അതൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. Thanks for watching video.